ശരി, രാഹുൽ ഇത്തരത്തിൽ ഏത് മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഏത് സീമകളും ലംഘിച്ചുകൊണ്ട് അധിക്ഷേപം നടത്താം എന്ന് കരുതുന്നവർക്കുള്ള കർശനമായ താക്കീതല്ലേ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, പോലീസ് നടപടി? രാഹുൽ, ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല. പക്ഷേ അഭിനേത്രി തന്നെയായ ഫറ ഷിബില പറഞ്ഞ നിലപാട് കൂടി ഒരുപക്ഷെ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. പലപ്പോഴും ഈ മേൽ നോട്ടങ്ങളെയും ആൺ നോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട്. അത് വെച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞൊരു ഇരവാദം പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് സ്ത്രീയായ ഒരു ഫറ ഷിബില തന്നെ ഒരു നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് വെച്ച് വായിക്കണം. കലാകാരിയുമാണ്. രാഹുൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരെ നിരന്തരമായി അധിക്ഷേപിക്കുകയാണ്, എന്തോ കുന്തി ദേവി എന്നൊക്കെ വിളിക്കുകയാണ്. അത് ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ മാർക്കറ്റിംഗ് തമാശ പറഞ്ഞത് പറയാണ്. അതൊക്കെ പറയാം, ഇയാൾ ആരാന്നേ? അല്ല, അത് ഒരു കാരണവശാലും ഹാഷ്മി യോജിക്കാൻ കഴിയില്ല. പക്ഷെ ഹാഷ്മി മറന്നുപോയി കാണില്ല, മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് സിനിമയിൽ ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേ ഡയലോഗ് സിനിമയിൽ പറയുകയും അതിന് പ്രതിഫലം മേടിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം തന്റെ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ലെന്ന് ആരും കരുതരുത്. അപ്പം വൾഗറായി സംസാരിക്കരുത്. അതേപോലെ വൾഗർ ഡ്രസ്സിംഗ് ചിലർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും ഒരു മനസ്സ് കാണിക്കും. അല്ല രാഹുൽ ഈശ്വർ, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു വസ്ത്രധാരണവും നടത്തിയിട്ടില്ല ഹണി റോസ്. ആ വസ്ത്രധാരണം കാണുമ്പോൾ എന്തെങ്കിലും വൈകൃത വർത്താനം പറയാൻ തോന്നുന്നവർക്കുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അതിനെ ന്യായീകരിക്കലാണോ ചെയ്യുന്നത് രാഹുൽ? എന്ത് നിലപാടാണ് രാഹുൽ? എന്താണ് കണ്ണടച്ചിരുട്ടാക്കൽ? രാജ്യത്തിന് നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും വസ്ത്രധാരണം നടത്തിയോ? അല്ലെങ്കിൽ ഒരു അഡൽട്ടായ ഒരാളുടെ വസ്ത്രധാരണത്തിൽ അഭിപ്രായം പറയാൻ നമ്മളൊക്കെ ആരാ രാഹുൽ? രാഹുൽ ഈ പറഞ്ഞ ബോബി ആരാ? വൃത്തിയോട് പറയാം. ആരും ആഭാസം പറയുന്നത് കാര്യത്തിൽ യോജിക്കില്ല. പക്ഷെ നമ്മൾ മറക്കരുത്, കേരളത്തിൽ ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറല്ലേ? നമ്മൾ സത്യസന്ധമായി സംസാരിക്കണം. ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് കരുതാത്ത ഒരു ഹണി റോസിന്റെ വസ്ത്രധാരണം നമ്മളെ അസ്വസ്ഥമാക്കേണ്ട കാര്യം എന്താ? ഹണി റോസിന്റെ വസ്ത്രധാരണം ഇഷ്ടമല്ലേ, അങ്ങോട്ടൊക്കെ നോക്കണ്ട പോരെ? പ്രശ്നം പരിഹരിച്ചില്ലേ? അത് നോക്കണം അവർ നിർബന്ധിക്കുന്നുണ്ടോ? പരാശിബല തന്നെ സൂചിപ്പിക്കുന്ന പോലെ സ്വന്തം വൾഗറായിട്ട് എടുക്കുന്ന വീഡിയോസ് അവര് തന്നെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്ത് മാതൃകയാണ് തോന്നുന്നത് എന്നൊരു സ്ത്രീ പറയുന്നൂടെ ശ്രദ്ധിക്കണം. ഇന്നലെ തന്നെ ശ്രീ ബോച്ചെ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു. അദ്ദേഹം ഇന്നലെ തന്നെ TV ചാനലുകളോട് താൻ ക്ഷമ പറയാൻ തയ്യാറാണ്, ഹണി റോസിന് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഒരു ബെയിലില്ലാത്ത കുറ്റം എന്നതിനപ്പുറം അദ്ദേഹം ഒരു മാപ്പൊക്കെ സ്വീകരിച്ച് ഈ വിഷയം തീർക്കാമായിരുന്നു എന്ന കാര്യം യോജിക്കില്ല. കുന്തി ദേവി എന്നൊക്കെ പറയുന്നതിന് ദ്വയാർത്ഥമാണ്, നമുക്കെല്ലാം അറിയാം. അതൊന്നും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ രാഹുൽ അല്ല, ഈ ബോബി എന്താണെന്ന് പറഞ്ഞ കുന്തി ദേവി ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? പുരാണത്തിലെ കുന്തി ദേവിയാണ്. പുരാണത്തിലെ കുന്തി ദേവി പഠിച്ചപ്പോ ഇവരുടെ ജീവിതവുമായി ചില സാമ്യങ്ങൾ തോന്നി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കേട്ടാച്ചിരിക്കുന്നത്. ഇപ്പൊ പോലീസിനോട് പോരുന്നു ഞാൻ ജമിനിയാണ്, ജമിനിക്ക് ഇന്നൊരു മൂടാണ് നാളെ മൂടാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻസിനുവേഷൻ അല്ലെങ്കിൽ ഇനുവെന്റു, അതായത് ലീഗലി പറയുകയാണെങ്കിൽ ഇത് ഇൻസിനുവേഷൻ അല്ലെങ്കിൽ ഇനുവെന്റു എന്ന വകുപ്പിൽ വരുന്നതാണ്. നേരിട്ടല്ലാതെ ഒരു കാര്യം ആ അർത്ഥത്തോടെ പറയുന്നത് പോലും നമ്മുടെ നിയമം ഗൗരവമായിട്ട് എടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഹാഷ്മി മറന്നു പോകരുതാത്ത കാര്യം, പലപ്പോഴും വൾഗറായ വസ്ത്രങ്ങൾ പല അഭിനേത്രിമാരെ ഉപയോഗിക്കുകയും അതിന്റെ പ്രതികരണം വരുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നതിന്റെ ഒരു ഇരട്ടത്താപ്പെന്ന് മറക്കരുത്. എനിക്ക് ഹണി റോസിനെ ബഹുമാനം ഇഷ്ടമാണ്. ഇപ്പോ ഒരു സ്ത്രീ രാഹുലിന്റെ കണ്ണിലെ വൾഗറായ വസ്ത്രധാരണം പറഞ്ഞു എന്ന് പറയുക, അവരെ വൃത്തികേട് പറയാനുള്ള ന്യായമാവുന്നുണ്ടോ അത് രാഹുൽ? ഒരിക്കലുമില്ല. ഒരിക്കലുമില്ല. അത് ആരും ഇല്ലെന്ന് പറയുന്നില്ല. അമല പോൾ കോളേജിൽ പോകുമ്പോഴും ദിവ്യ പ്രഭ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഓൾ ദാറ്റ് വി ഇമാജിൻ ഈസ് ലൈറ്റ്, ബരാക് ഒബാമ പോലും ആദരിക്കുന്ന സിനിമയാണ്. അതിൽ വരുമ്പോഴും അതിലെ ചില രംഗങ്ങളും ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള സമൂഹത്തിലെ ആൾക്കാരുടെ ഉള്ളിൽ പ്രതികരണം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് ഇവർക്കും കൂടി വേണം. ഈ ആൺ ഗേസിനെ അല്ലെങ്കിൽ ആൺ നോട്ടങ്ങളെ കച്ചവടവൽക്കരിച്ചതിന് ശേഷം താനത് അറിഞ്ഞില്ലെന്നും തനിക്കത് തിരിച്ചറിയില്ലായിരുന്നു എന്നും പറയുന്നതിന് അർത്ഥമുണ്ടോ? ഹണി റോസ് പലപ്പോഴും ഇനോഗ്രേഷൻ അടക്കമുള്ള രാഹുൽ എന്താ പറയുന്നത്? രാഹുൽ ഹണി റോസ് എന്ന് പറയുന്ന ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി എന്ത് വസ്ത്രം ധരിക്കണമെന്ന പൂർണ്ണ സ്വാതന്ത്ര്യം ഹണി റോസിനാണ്. അതിനെപ്പറ്റി ഒരു കമന്റ് പറയുന്നതിനപ്പുറം അതിനെപ്പറ്റി ലൈംഗിക വൈകൃതം നിറഞ്ഞ പെർവെർട്ടുകൾ അല്ലെങ്കിൽ വൃത്തികേട് എന്ന് പറഞ്ഞ വർത്താനം പറയാം, അത് ന്യായമെന്ന് പറയാണോ? അല്ലല്ല, സെക്ഷലി കളേർഡ് റിമാർക്സ് പാടില്ല. പക്ഷേ മോൺസ്റ്റർ എന്ന സിനിമയിൽ സമാനമായ ഡയലോഗ് ലാലേട്ടൻ ഇതേ അഭിനേത്രിയോട് പറയുന്നുണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത്. അങ്ങ് സിനിമ ഒരു പക്ഷേ കണ്ടു കാണും. ഇതേ ഡയലോഗ് മറ്റൊരർത്ഥത്തിൽ കുറെ കൂടെ വൾഗറായിട്ടും
കുറെ ദ്വൈതസ്വമായിട്ടും സിനിമയിൽ പറയുന്നത് ഈ അഭിനേത്രിയോട് തന്നെയാണ്. അപ്പോ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കരുത്. തീർച്ചയായിട്ടും ഹണി റോസിന് കേസ് കൊടുക്കാൻ റൈറ്റ് ഉണ്ട്. പക്ഷേ ഒരു ക്ഷമയിൽ അത് ഒതുക്കാമായിരുന്നു, ഒരു ക്ഷമയോ മാപ്പിലോ അത് ഒതുക്കാമായിരുന്നു. അതിനപ്പുറം ഒരു നോൺ ബെയിലബിൾ ഒഫൻസിന്റെ കേസിലേക്ക് ഉയർത്തിയത് ഹണി റോസ് തന്നെ ചിന്തിക്കണം. അല്ല, അത് ബോബിയാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഹണി റോസ് ആദ്യം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കൾക്കും അറിവുള്ളതുപോലെ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറഞ്ഞിരുന്നില്ല. ഹണി റോസ് ഇത്തരത്തിൽ ഒരാൾ എനിക്കിതിന് നിരന്തരം നടന്നു എന്ന് പറയുന്നത് ഒരു താക്കീതായി വാണിംഗായി ബോബിക്ക് എടുക്കായിരുന്നു. ബോബി അതിനെ തുടർന്ന് പിന്നെയും നടത്തിയ പരാമർശങ്ങൾ എന്തൊക്കെയാണ്? പിന്നെയും ഇത്തരത്തിൽ ഞാൻ പറഞ്ഞത് കുന്തി ദേവിയെ പറ്റിയാണ്. പക്ഷേ മറ്റുള്ളവർ ഇപ്പോൾ കൈകൊണ്ട് ആംഗ്യമോ കാണിച്ചു, അതൊക്കെ കാണുമ്പോൾ ഇനി അതാണോ എന്ന് ധരിച്ചാൽ ഞാൻ കുറ്റക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന വൃത്തികേട് ആവർത്തിക്കുന്നില്ലേ ബോബി? അപ്പോൾ ഈ അറസ്റ്റ് അടക്കം ബോബി ചെമ്മണ്ണൂർ ചോദിച്ചു വാങ്ങിയതാണ്. അല്ല, അവിടെയാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹം കുറെ കൂടെ പ്രായവും മുതിർന്നൊരു വ്യക്തിയുമാണ്. അദ്ദേഹം പക്വത കാണിക്കണമായിരുന്നു. ഒരു നടിയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് വേറൊരു പ്രയോഗവും അദ്ദേഹം നടത്തി. അത് എന്താ പറയുക, അങ്ങനെ പോലും പറയരുത്. നമ്മൾ ആ മാന്യത കാണിക്കണം. പക്ഷേ ദയവായി അങ്ങ് ശ്രദ്ധിക്കേണ്ടത് ഫറാഷിബിൽ അടക്കമുള്ള അഭിനേത്രിമാരുടെ നിലപാട് കൂടിയുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോകരുത്. ഒരു പുരുഷനായ രാഹുൽ ഈശ്വർ പറയുന്നതിനേക്കാൾ ഒരു സ്ത്രീയായ അവര് പോലും ഹണി റോസ് ഇത്തരം കാര്യങ്ങൾ ഈസിയായി മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിച്ചു എന്ന വിമർശനം സമൂഹത്തിൽ നിലനിൽക്കില്ല. അതൊന്നും ന്യായമല്ല. ഏതോ ഒരു ഫറാഷിബിൽ എന്തോ പറഞ്ഞെന്ന് വെച്ച് ഒരാളുടെ വസ്ത്രദാനത്തെ പറ്റി അങ്ങേയറ്റം വൈകൃതം നിറഞ്ഞ സെക്ഷലി കളേർഡ് റിമാർക്ക് ആവുന്ന ഒരു ന്യായമല്ല. രാഹുൽ, എന്തായാലും താങ്ക് യു.